ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മൂൺ കാർഡാണ്. മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ പലർക്കും ഇവിടെ നല്ലൊരു ചേഞ്ച് വരാനുള്ള സമയം ആയിരിക്കുന്നു. അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള പേടി എന്താണ് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ക്ലിയർ ആക്കി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞതിൽ എന്താണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളിലുള്ള ഭയത്തെ, നെഗറ്റീവ് എനർജീസിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കുള്ളിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് അതിനൊരു വ്യക്തത വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിഷ്പ്രയാസം നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ലെറ്റ് ഗോ ഓഫ് യുവർ ഫിയേഴ്സ്. നിങ്ങളുടെ പേടികളെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ, യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കൂ. അതാണ് വേണ്ടത്. സറണ്ടർ ടു ദ യൂണിവേഴ്സ് എന്നല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കൂ. അങ്ങനെ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചു തരും. കാരണം നിങ്ങൾക്കൊരു എനർജി നിങ്ങൾക്ക് കിട്ടും ആ ഒരു സമയത്ത്. മനസ്സിലായോ? നിങ്ങൾ പല കാര്യങ്ങളെ നിങ്ങൾ സറണ്ടർ ചെയ്യുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ടൊരു സമാധാനവും സന്തോഷവും ലഭിക്കുന്നു. വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഈ ഒരു ചിന്തകൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞാനിത് സറണ്ടർ ചെയ്തിരിക്കുന്നു, എനിക്കിനി ഇത് വേണ്ട, ഈ ഒരു വികാരത്തെ എനിക്ക് ചുമന്നുകൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അതുകൊണ്ട് തന്നെ ഞാനിത് ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. അവിടെ നിന്നുമാണ് നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നത്. ആ മാറ്റത്തെയാണ് നിങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് മജീഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഒത്തിരി പവർഫുൾ ആണെന്ന് കാണുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേ ചില സമയത്തൊക്കെ നിങ്ങളുടെ എനർജി ഡൗൺ ആവും. അപ്പൊ നിങ്ങൾ സ്വയം വിചാരിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന്, അല്ലേ? അപ്പൊ നിങ്ങൾക്കുള്ളിലുള്ള കഴിവിനെ നിങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ് വേണ്ട. നിങ്ങൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ അനാവശ്യകരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ആ ഒരു എനർജിയെ നിങ്ങൾ സ്വയം ഡൗൺ ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ അത് പാടില്ല. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്കുള്ളിലുള്ള കഴിവുകളെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കും. അങ്ങനെ പ്രയോഗിച്ച് വേണം മുന്നോട്ട് വരാൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സിലേക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയുമല്ല മറ്റുള്ളവരുടെ ഒരുപാട് പ്രശംസ നിങ്ങൾക്ക് പിടിച്ചു പറ്റാനും സാധിക്കും. എല്ലാ വ്യക്തികൾക്കും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില മാജിക്കുകളുണ്ട്. എല്ലാ വ്യക്തികൾക്കും ഉള്ളിലുണ്ട്. പക്ഷെ അത് ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ആർക്കും അത് തിരിച്ചറിയണമെന്നുള്ള ഉദ്ദേശവുമില്ല. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും മടിപിടിച്ചിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നെഗറ്റീവ് എനർജിയിൽ തിങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് എന്ത് കഴിവുകളുണ്ടെങ്കിലും അതിനെ
മനസ്സിലാക്കാൻ കഴിയുകയില്ല. പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ഒരു വേൾഡിൽ ജീവിക്കാൻ തുടങ്ങി, അതായത് റിയാലിറ്റിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്കുള്ളിലുള്ളത് എന്താണോ, നിങ്ങൾ ഏത് വഴിയിലേക്ക് പോകണം, എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടേണ്ടതായിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കഴിവ് കൊണ്ട് പ്രയോജനമുള്ളൂ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരണം. വന്നിട്ട് എന്താണോ കഴിവുള്ളത് അതിന് ബിൽഡപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ, അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നത്, എന്ത് വേണോ നിങ്ങൾക്ക്, നിങ്ങൾ അതിൽ വിശ്വസിക്കുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നേടേണ്ടത് എന്താണോ നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കുക. ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിങ്ങൾക്ക് വിശ്വാസം കൊടുക്കാവുന്നതാണ്. അങ്ങനെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും, പ്രശസ്തിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തൊക്കെയോ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടുകയാണ്. അതായത് ഇവിടെ കളിതമാശകൾ പറഞ്ഞ് ചിരിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും എന്തൊക്കെയോ അവരറിയാതെ എടുത്തുകൊണ്ട് ഓടുന്ന എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളെ സ്വയം സൂക്ഷിക്കണം. മനസ്സിലായി? സ്വയം സൂക്ഷിക്കുക, സ്വയം സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ഒന്നാമത്തെ കാര്യം. അപരിചിതരായ വ്യക്തികളോട് വലിയ കൂട്ടിന് പോകാതിരിക്കുക. എന്നിട്ടോ ഏത് മനുഷ്യനെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സ് പാടില്ല. മനസ്സിലായോ? അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളോടൊപ്പം നടക്കുന്നവരെ ഒന്ന് സൂക്ഷിക്കണം. നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിച്ചു വരിക, ചിലപ്പോൾ നല്ല മധുരമായ ഭാഷണത്തിലൂടെ നിങ്ങളെ വശത്താക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റും കാണും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ എവിടെയെങ്കിലും യാത്രകൾ പോകുമ്പോൾ നിങ്ങളുടെ ഗോൾഡായി സാമ്പത്തികമായി ഇതൊക്കെ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളുടെ ബാഗ് എപ്പോഴും കയ്യിൽ വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അതുപോലെ പരിചയമില്ലാത്തവർ ആരെങ്കിലും പരിചയപ്പെടാൻ വരികയോ നമ്പർ ചോദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. വൈസ് കൗൺസിലറാണ് ഇവിടെ. ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് കണക്ഷൻ ആവുന്നു. ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ടാകുന്നു. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമാധാനം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്ന കാര്യമാണ്. നമുക്കുള്ള സമാധാനം, നിങ്ങൾക്കുള്ള സമാധാനം നിങ്ങളാണ് നേടിയെടുക്കേണ്ടത്. മറ്റുള്ളവർ ഒന്നും നിങ്ങൾക്ക് സമാധാനം കൊണ്ടു തരില്ല. നിങ്ങളുടെ സമാധാനത്തെ ആകപ്പാടെ അങ്കലാപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ആകപ്പാടെ അവതാളത്തിലാക്കും. നിങ്ങൾ സ്വസ്ഥമായോ സുഖമായോ സന്തോഷമായോ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ മറ്റുള്ളവർ അടുത്തുകൂടി അതിനെ ഇല്ലാതെയാക്കുക, അതിനെ താറുമാറാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അങ്ങനെയേ മറ്റുള്ളവർ ശ്രമിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ സന്തോഷമായി ഇരിക്കുന്നത് ആർക്കും അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമാധാനത്തെയും സന്തോഷത്തെയും നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ അതിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, പരമ്പരാഗതമായ ചില ചിട്ടവട്ടങ്ങളെ അനുസരിക്കുക. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കും. മനസ്സിന്റെ സമാധാനത്തെ നിലനിർത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇൻറ്റ്യൂട്ടീവ് ആകാൻ സാധിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പോസിറ്റീവായി നിലനിർത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഉയർന്ന പദവി മറ്റുള്ളവരുടെ മനസ്സുകൊണ്ടെങ്കിലും അവർ അംഗീകരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചോദ്യങ്ങൾ ഡിവൈനോട് ചോദിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. കാരണം അത്രമാത്രം ഉയർച്ചയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും നല്ലതുപോലെ ഇൻറ്റ്യൂഷൻ ലഭിക്കുന്ന ആൾക്കാരാണെന്നും നല്ലതുപോലെ ഒരു ആത്മീയ എനർജിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുമാണ് കാണുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എനർജിയിൽ നിലനിൽക്കുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. വാൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി നിങ്ങൾക്ക് അമേസിങ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതിശയകരമായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾക്ക് അഭിനിവേശം ഉണ്ടാകുന്നു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാനുള്ള അഭിനിവേശം. കാരണം നിങ്ങൾ വളരെയധികം കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളിപ്പോൾ തുടക്കം കുറിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും യാത്ര പോകാനുണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ആവേശത്തോടുകൂടി നിർവഹിക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ എനർജിയാണ്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങളിവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ വാൻസ് ആണ് വന്നിരിക്കുന്നത്. വാൻസ് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ സോഡാണ്. സോഡ എയർ സൈൻ ആണ്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി വന്നിരിക്കുന്നു. ഇവിടെ വൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ബോൾഡ് ആവാൻ സാധിക്കുന്നു, കറേജിയസ് ആവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക് ആവാനും നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നു പല കാര്യങ്ങളിലും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ ഇതുവരെയും പരാജയപ്പെട്ട പല കാര്യങ്ങളിലും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ്. എനിക്കിത് സാധിക്കണം, എനിക്കിതിലൂടെ മുന്നോട്ട് പോകണം, എനിക്കിന്ന് ഇവിടെ ഇതിനൊരു തുടക്കം കുറിക്കണം, ഇനി ഇത് താമസിപ്പിച്ച് വയ്ക്കാൻ പാടില്ല, പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ജോലിക്കാര്യങ്ങളിലൊക്കെയും ഒരു അവസരങ്ങൾ വരാനുള്ള സാധ്യത, ഏത് കാര്യത്തിലായാലും പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, തീർച്ചയായിട്ടും വളരെയധികം അബണ്ടന്റ് ആയ ഒരു ലേഡിയുടെ എനർജിയാണ്. ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും ഉണ്ടാകുന്നതാണ്. മസ്കുലൈൻ എനർജിയും നമുക്ക് ബാധകമാണ്. ഇവിടെ ഒരു ലേഡിയെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്, ഡിവൈൻ ഫെമിനിൻ ആൻഡ് മസ്കുലൈൻ എനർജി. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് അബണ്ടൻസിൻ്റെതായ എനർജിയാണ്. സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വന്നു ചേരും. അതിൻ്റെതായ എനർജിയാണ്. അങ്ങനെ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകാൻ പോകുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ധാരാളമായിട്ട് സന്തോഷിക്കുന്ന എനർജി ഉണ്ട്. കാരണം നിങ്ങൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളുടെ കാര്യമായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നേരത്തെ തന്നെ നിങ്ങൾ സാമ്പത്തികം നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷറി ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് എന്ന് കാണുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതുമല്ല എങ്കിൽ നിങ്ങൾ മുൻപേ തന്നെ ഒരു ലക്ഷറി ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാവാം. അത് ഈ ഒരു സമയത്ത് അത് ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ, അത് ഫാമിലിയിലായാലും ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായാലും നിങ്ങൾക്കത് ഒത്തിരി സന്തോഷിക്കാനുള്ള വക ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം കൂടുതലായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നോക്കിയിരിക്കുന്നവർക്ക് അതിൻ്റെതായ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസം ചില ഷോപ്പുകൾ തുടങ്ങാൻ, അതുപോലെ തന്നെ വിദേശത്തേക്ക് പോയി ജോലി നേടാൻ, വിവാഹം നടക്കുന്ന എനർജി, അങ്ങനെ അല്ലെങ്കിൽ കണ്ടുമുട്ടാതിരുന്നവരെ കാണുന്ന എനർജി, വീണ്ടും ഒരു സന്തോഷത്തിലേക്ക് അവരുമായി കൂടിച്ചേർന്ന് പോകുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ഇടപെടുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നല്ല കാര്യങ്ങളുമായി നിങ്ങൾ സന്തോഷിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അടുത്തായിട്ട് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസിന്, നല്ല അവസരങ്ങളെ ഇവിടെ നഷ്ടപ്പെടുത്തുന്ന എനർജിയാണ്. അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾ അതിൽ ശ്രദ്ധാലുവായിരിക്കണം. മനസ്സിലായി എന്താണ് വരുന്നത്? എനിക്കിവിടെ അതിനെ നേടാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എനിക്കതിനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, എൻ്റെ കയ്യിലുള്ളതൊന്നും പോരാ, ഇനി വേറെ വരണം, ഞാൻ ആഗ്രഹിച്ചതൊന്നും എൻ്റെ കയ്യിലില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി വരുന്നത് മാത്രമേ എനിക്ക് സന്തോഷം തരൂ. അല്ല എങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്താണോ അത് നേടാൻ വേണ്ടി വാശി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നിങ്ങൾ അത്തരത്തിൽ വാശി പിടിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തരുന്നത് ഡിവൈനാണ്. അതുകൊണ്ട് അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ നിങ്ങളിലേക്ക് സന്തോഷങ്ങൾ വന്നു ചേരും. അതിനെ നിങ്ങൾ ദൈവാനുഗ്രഹമായിട്ട് തന്നെ കരുതിക്കൊണ്ട് സ്വീകരിക്കാനുള്ള നല്ല മനസ്സുണ്ടാവണം. മനസ്സിലായി? എല്ലായ്പ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു എന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണം എന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സന്തോഷ വാക്കുകൾ മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കണമെന്നും ഇല്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉള്ളതല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നിരാശ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ്? ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ, ഞാൻ വിചാരിക്കുന്നത് പോലെ മറ്റൊരാൾ എന്നോട് പെരുമാറണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ തൃപ്തരാവുകയാണ് വേണ്ടത്. മനസ്സിലായി? അല്ലാതെ ഉദ്ദേശിക്കുന്നത് മാത്രം ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ എങ്ങും എത്താൻ പോവുകയില്ല. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ സന്തോഷം ലഭിക്കുകയില്ല. അതുകൊണ്ട് ദൈവം എന്താണോ തരുന്നത്, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഏത് വഴിയിലൂടെ നിങ്ങളിലേക്കും വരാം, അങ്ങനെ വരുന്നത് നിങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻ കാർഡ് എടുക്കാതെ. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് കഴിയും. പല വിധത്തിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം വലിയ വിഷമങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. എന്തോ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒത്തിരി ആവേശത്തോടുകൂടി, വാൻസല്ലേ ഒരുപാട് ആവേശം അഭിനിവേശം ഒക്കെ ഉണ്ട്, എന്തോ ഒരു കാര്യം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിലേക്ക് ഒരുപാട് എനർജി നിങ്ങൾ
വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വന്നു ചേരാൻ വേണ്ടി നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങളിവിടെ കാത്തു നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയേക്കാം. സ്നേഹത്തിന് വേണ്ടിയാണ്. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ, അവരുടെ മെസ്സേജ് വരാൻ, അല്ലെങ്കിൽ അവരുടെ കാൾ വരാൻ, അല്ലെങ്കിൽ അവരെ കാണാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണെന്നാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ ഇവിടെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കൂടിച്ചേരൽ. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം ഒരു ആത്മമിത്രത്തെ കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. അങ്ങനെ ഇന്നത്തെ ദിവസം നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ചില ആൾക്കാർ ഒന്നിച്ച് കാണുന്നതാണ്, ഒന്നിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനം കിട്ടുകയും അങ്ങനെ ഒരു പദവിയിലേക്ക് നീങ്ങാനും സാധിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടി എടുക്കാവേ. ഇവിടെ ക്രിയേറ്റർ ആണ്. നിങ്ങളെ മറ്റുള്ളവർ ഗുരുവായി കരുതുന്ന എനർജി കണ്ടില്ലേ? കാരണം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന എനർജി. ഇന്നത്തെ ദിവസം അങ്ങനെ പലർക്കും പല തരത്തിലുള്ള കഴിവുകളുണ്ടെന്നും അതനുസരിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാനും അല്ല എങ്കിൽ അവരുടെ മനസ്സിൽ തന്നെ ഒരു ആദരവ് തോന്നാനുമുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പേഷ്യൻസ് ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത്. ഏത് കാര്യത്തിനും ക്ഷമയെന്ന് പറയുന്ന അത്യാവശ്യ കാര്യമാണ്. ക്ഷമയില്ലാതെ ഒരു കാര്യം സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് നേടിയെടുക്കാൻ പറ്റില്ല. ധൃതി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ എനർജി ലോസ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ ദൈവികമായ അനുഗ്രഹം അവിടെ ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമ പാലിക്കേണ്ടിടത്ത് ക്ഷമ പാലിക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ കാണുന്നത്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. എല്ലായ്പ്പോഴും നിങ്ങൾ ഇങ്ങനെ പാസ്റ്റിലെ കാര്യത്തിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ എന്നാണ് ഇവിടെ പറയുന്നത്. നാളത്തെ കാര്യം ചിന്തിക്കേണ്ട, ഇന്ന് പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇന്നത്തെ കാര്യം എന്താണോ, ഇന്ന് എനിക്ക് സന്തോഷം തരുന്നത് എന്ത് കാര്യമാണോ അതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെ എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ. ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് ട്രോമാസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണം ഒക്കെയും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെ ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി എല്ലായ്പ്പോഴും വഹിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അതിനെ അങ്ങ് വിട്ടേക്കൂ, ലെറ്റ് ഗോ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റിസപ്റ്റിവിറ്റിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ തരാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ മാറാനോ അതുമല്ല എങ്കിൽ പുതിയ ചില സന്തോഷങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് എടുക്കാവേ. ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ആ സന്തോഷം എന്താണ്? നമുക്ക് എന്ത് ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. 3 കാർഡ്സ് ആയിരുന്നു പോയി. ഡയമണ്ട്, ബട്ടർഫ്ലൈ വന്നിരിക്കുന്നു. നമുക്ക് നോക്കാവേ. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കരിയേജ് ആണ് വന്നിരിക്കുന്നത്. കരിയേജ് അതായത് ജേർണി ഇതർ ഫിസിക്കൽ ഓർ മെന്റൽ. നിങ്ങൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു യാത്ര പോയാൽ അത് നിങ്ങൾക്ക് ഒരു സന്തോഷത്തെ തരും എന്നുള്ളത് കാണുന്നുണ്ട്.
അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഡയമണ്ട്. യു വിൽ ബി റിസീവിങ് ഓർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. ഇന്നത്തെ ദിവസം നമ്മളിവിടെ പറഞ്ഞില്ലേ, ഒരു ഗിഫ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ആരിൽ നിന്നായാലും നിങ്ങൾക്കൊരു പ്രഷ്യസ് ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസമുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ടൈഗറാണ് വന്നിരിക്കുന്നത്. ഡൂയിങ് സംതിങ് റിസ്കി, ടേക്കിംഗ് എ ചാൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ റിസ്കി ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യം ഇന്ന് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ വാള്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആരെങ്കിലും നിമിത്തമുള്ള തെറ്റിദ്ധാരണ നിമിത്തം, ആരോടെങ്കിലുമുള്ള തെറ്റിദ്ധാരണ നിമിത്തം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ബട്ടർഫ്ലൈ ആണ്. എ ചേഞ്ച് ഫോർ ദ ബെറ്റർ. നല്ലതിലേക്കുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നു. നന്മയിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു. സന്തോഷത്തിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സംഭവിക്കാവുന്നതാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മടി പിടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.